പ്രധാനമന്ത്രിയാ, നിരീശ്വരനാണ് പുറത്തും പെരയ്ക്കകത്ത് പ്രാർത്ഥനയും. അതായത് നെഹ്റു അത്ര ഇപ്പോൾ പറയുന്നുള്ളൂ, ബാക്കി പറയുന്നത് ശരിയല്ല. തങ്ങളെ കണ്ടിട്ട് തിരിച്ചു വന്ന വഴി ആ മലപ്പുറത്തെങ്ങാനും കയറിയോ അതായത് സുപ്രീം കോടതിക്ക് ഭരണഘടനയ്ക്ക് മുകളിലായി സ്ഥാപനം വക്കപ്പോടെന്ന് പറയുന്ന സാധനം. എന്നാ വലിയ കുന്ന സാധനമായി ഇത്. ഭൂമി രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് മേടിച്ച് പോക്കറ്റ് ഇട്ടെങ്കിൽ കേരള സർക്കാർ വർത്താനം പറഞ്ഞ കാര്യമുണ്ട്. മുനമ്പം ഒരു വലിയ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. മുനമ്പം മാത്രമല്ല, വഖഫ് ഭൂമിയുണ്ട് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ മുനമ്പം വിഷയം ആദ്യമായിട്ട് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ തങ്ങളുടെ തന്നെ പാർട്ടിയുടെ ഒരു നേതാവും തങ്ങളുടെ മകനുമൊക്കെയായ ഷോൺ ജോർജിന് ഒരുപാട് പങ്കുണ്ട്. ഈ ഒരു വിഷയം എങ്ങനെയാണ്? അതായത് ഈ മുനമ്പ് വിഷയം ഒരു 10 കൊല്ലത്തിന് മുമ്പ് ഞാൻ ടേക്ക് ചെയ്ത സംഭവമാണ്. അന്ന് ഇത്ര വാർത്തയായില്ല. ചെല്ലുമ്പോഴവിടെ പള്ളിയുടെ മുൻവശത്ത് മുസ്ലിങ്ങളെ കയറാൻ പാടില്ല, അതെ ക്രിസ്ത്യൻ പള്ളിയുടെ ഇന്നലെ 6-ാം തീയതി ഞാൻ കൂടി ചെന്നു, എല്ലാം കൂടിച്ചതാന്ന്. ഇതെന്താന്ന് ചോദിച്ചാൽ ഈ വഖഫ് നിയമം മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്ത സ്ഥിതിക്ക് അതല്ലാതെ മരുന്നില്ല. യഥാർത്ഥം എന്താണെന്നറിയാമോ? 1870 മുൻപം ഭൂമിയിൽ ആള് താമസിക്കുന്നുണ്ട്. അന്ന് വഖഫും ഇല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. കൂടുതൽ വർത്തമാനം പറയണ്ടല്ലോ. 1987 മുതൽ 91 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു മുസ്ലിം കോളേജ് മാനേജ്മെൻറ്റ് ആധാരം ചെയ്ത് കിടത്ത ഭൂമിയാണ് മുനമ്പത്തെ ജനങ്ങളുടെ കൈവശിരിക്കുന്നത്. അതായത് 404 ഏക്കർ. താമസിക്കുന്ന ആളുകൾ 610 കുടുംബങ്ങൾ. ആ 610-ൽ 480-നടുത്ത് ക്രിസ്ത്യനും ബാക്കി ഹൈന്ദവ സഹോദരങ്ങളുമാണ്. ഇത് മുഴുവൻ വില കൊടുത്ത് വെച്ച് മേടിച്ച ഭൂമിയാണ്. കോഴിക്കോട് കേന്ദ്രമായിട്ടുള്ള ഒരു മുസ്ലിം കോളേജ് മാനേജ്മെൻറ്റ് അവർ മുസ്ലിം കോളേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കാശ് കൊടുക്കുക, ഈ പാവങ്ങളുടെ കാശാണ്. 100 രൂപ വിലയുള്ള വസ്തുവിന് 200 രൂപ വില വെച്ച് ഇരട്ടി വില വെച്ച് ആധാരം ചെയ്ത് കൊടുത്തേ. ഇപ്പോൾ അത് വഖഫ് ഭൂമിയാന്ന് പറഞ്ഞാൽ എങ്ങനെ വെക്കുന്നു? എങ്ങനെ വഖഫ് ഭൂമിയാവും? ആ വഖഫ് നിയമം മാറ്റണം എന്നുള്ള വേറെ വശം. ഇവിടെ ഇതിനകത്ത് വേറെ വലിയ കള്ളക്കളി ഒത്തിരി നടക്കുന്നുണ്ട്. നിയമസഭയിൽ മാണിയുടെയും ജോസഫിൻ്റെയും ഉൾപ്പെടെ MLA-മാർ ഉൾപ്പെടെ 140 പേരും പ്രമേയം പാസാക്കി. എങ്ങനെ? വഖഫ് നിയമം കേന്ദ്ര ഗവൺമെന്റ് മാറ്റാൻ പാടില്ല. ഏത് നിയമം മാറ്റുന്നത്? ഈ സതീശൻ അടക്കമുള്ള ആളുകൾ അവിടെ അതിനാ പറയുന്നത്. വഖഫ് നിയമത്തിലെ സെക്ഷൻ 40 അല്ലെ 62 ഇതൊക്കെ വലിയ അപകടമാണ്. അതായത് 1995-ൽ നരസിംഹറാവു ഗവൺമെൻറ് കാലത്തുണ്ടാക്കിയ നിയമമാണ്. സിവിൽ അധികാരം കൊടുത്തിരിക്കുക. മനസ്സിലായോ? അതായത് സുപ്രീം കോടതിക്ക് ഭരണഘടനയ്ക്ക് മുകളിലായി സ്ഥാപനം വക്കപ്പോടെന്ന് പറയുന്ന സാധനം. എന്നാ വലിയ കുന്ന സാധനമായി ഇത്. 2 വർഷത്തേക്ക് കഠിന തടവ്. അത് മൻമോഹൻ സിംഗ് ഉണ്ടാക്കി കൊടുത്തത് 2013-ൽ. വഖഫ് ഭൂമി താമസിച്ചാൽ 2 കൊല്ലം തടവ് കൂടാ. അത് വഖഫ് ഭൂമി എന്ന് പറയുന്ന അപ്പം 91 വരെയുള്ള 87 മുതൽ 91 വരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ മുസ്ലിം മാനേജ്മെന്റ് എഴുതി കൊടുത്തതാണ്. ആ മുസ്ലിം മാനേജ്മെന്റ് ഈ ഭൂമി എങ്ങനെ കിട്ടി? അത് 1902-ൽ ഒരു സേട്ട് കൊടുത്തതാണ്. സേട്ട് പേരൊക്കെ ഞാൻ പറയുന്നില്ല. ആ സേട്ട് കോളേജിന് കൊടുത്തതാണ്. അവരാണ് ഈ വസ്തു വിറ്റത്. അപ്പം തന്നെ വഖഫ് അല്ലാന്ന് പോയില്ല. വഖഫിൻ്റെ പണി തീർന്നു. വഖഫ് നിയമനുസരിച്ച് അങ്ങനെ വസ്തു വിൽക്കാൻ പാടില്ല. അപ്പോഴേ തീർന്നില്ലേ? വഖഫ് ചെയ്തതല്ല ഭൂമി അവർ കൊടുത്തതാണെങ്കിൽ കേരള സർക്കാർ എന്തിനാണ് ഈ രജിസ്ട്രേഷൻ ഫീസ് മേടിച്ചത്? 610 ആളുകളോടും ഭൂമി രജിസ്ട്രേഷൻ ഫീസ് മേടിച്ച് പോക്കറ്റ് ഇട്ടെങ്കിൽ കേരള സർക്കാർ വർത്താനം പറഞ്ഞ കാര്യമുണ്ടോ? എപ്പോഴാണ് കുഴപ്പമുണ്ടായി? പോപ്പുലർ ഫ്രണ്ടുകാരൻ തീവ്രവാദി കേസ് കൊടുത്തു. ആ കേസ് ഇവർക്ക് വന്നു, നമ്മുടെ വഖഫിന് വന്നു. വഖഫ് ബോർഡിൽ നസീർന്നോ അങ്ങനെയാണ് പറയുന്ന ഒരു സഖാവ് അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുമ്പോഴാണ് അയാളാണ് വിധിച്ചത് മുനമ്പം പ്രദേശം മുഴുവൻ വഖഫ് ഭൂമിയാണെന്ന് വിധിച്ചു. അവിടെ വെച്ച് തുടങ്ങിയതാണ് വഴക്കായത്. പക്ഷെ അത് നന്നായി. എൻ്റെ എന്നാന്ന് വെച്ചാൽ ഇന്ത്യയിലും ലോകത്തുള്ള ജനങ്ങൾക്ക് വഖഫ് നിയമം ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലോ. ഇപ്പം ജനം എല്ലാം കൂടുന്നുണ്ട്. വഖഫ് നിയമം എന്താ? എൻ്റെ ഭൂമി ഇത് നാളെ വഖഫ് ബോർഡ് കൂടിയിട്ട് ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് തന്നാൽ ഞാൻ ഇറങ്ങിപ്പോയാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അല്ല ഞാൻ തെളിയിക്കണത് വഖഫ് അല്ലെന്ന്. വഖഫ് ഭൂമി അല്ലെന്ന് ഞാനെങ്ങനെ തെളിയിക്കും? അവർ പറയുന്നത് 400 കൊല്ലം മുമ്പ് വഖഫ് ഭൂമിയായിരുന്നു പറഞ്ഞാൽ പിന്നെ 400 കൊല്ലം മുമ്പത്തെ ആധാരം കൊണ്ടുവരാൻ പറ്റുമോ? അത്ര വൃത്തികെട്ട നിയമമാണ്. എന്ന് മാത്രമല്ല ഇവിടുത്തെ കടന്നു നിന്നതിന് വരെ 2 കൊല്ലം ശിക്ഷിക്കുകയും ചെയ്യാം. അത് മൻമോഹൻ സിംഗ് ഉണ്ടാക്കിയ നിയമമാണ്. ഇതിൻ്റെ ആരംഭം എന്താണെന്നറിയാമോ? ഇത് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന പട്ടാണി, ആ വാക്യം ഉപയോഗിച്ച് നിർത്തും. ബാക്കിയുടെ കൊണ്ട് യഥാർത്ഥം മത്തായിയുടെ പുസ്തകം വായിച്ചാൽ ബാക്കി അറിയാം. ഇയാള് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഈ വഖഫ് ബോർഡിനെ ശക്തിപ്പെടുത്തിയ ഭാഗമാണ്. അയാൾ വഖഫ് ബോർഡിൻ്റെ ആളാണ് നെഹ്റു. ആൾ ചെയ്തെന്താണെന്നറിയാമോ? ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനായിട്ട് പിരിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒത്തിരിയേറെ മുസ്ലിം പ്രേമത്തിൻ്റെ ഒരു പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. അവരുടെ സ്ഥലം ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് സർക്കാരിൻ്റെ, ഭാരത സർക്കാരിൻ്റെ
നെഹ്റു പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ്, വഖഫ് ഭൂമിയായിട്ട് മാറ്റിക്കൊള്ളാൻ പോയി. വഖഫ് ബോർഡിന് വിട്ടുകൊടുത്തു. അതിൻ്റെ നെഹ്റു എന്താ അതിന് അധികാരം? പ്രധാനമന്ത്രി ഉണ്ടാവുമെന്ന്. പ്രധാനമന്ത്രിയാ നിരീശ്വരനാഥ് പുറത്തും പെരയ്ക്കകത്ത് പ്രാർത്ഥനയും. അതായത് നെഹ്റു. അത്ര ഇപ്പോൾ പറയുന്നുള്ളൂ, ബാക്കി പറയുന്നത് ശരിയല്ലല്ലോ. ഒന്ന് ആലോചിച്ച്. ഇപ്പോൾ വഖഫിന് നില തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ വസ്തു സമ്പന്നൻ ആരാന്ന് വെച്ചാൽ റെയിൽവേയാണ്. 2ാം സ്ഥാനം നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തിന്, 3ാം സ്ഥാനം വഖഫ് ബോർഡിന്. എത്ര ലക്ഷം കോടി രൂപയുടെ വസ്തുവാണ് കയ്യിലിരിക്കുന്നത് വഖഫ് ബോർഡിൻ്റെ കയ്യിൽ. ഇപ്പോൾ അവർ നോട്ടീസ് കൊടുത്ത് തുടങ്ങിയിരിക്കുക. ഇപ്പോൾ അവരുടെ പ്ലാൻ 1ാം സ്ഥാനത്തേക്ക് വരാൻ കഴിയുമോ എന്ന്, റെയിൽവേക്കാർ കൂടി മുതലാളിയായിട്ട് മാറണം എന്നാണ് അവർ തീരുമാനിച്ചത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നോട്ടീസ് വഴിയായിട്ട് ഇറങ്ങിയത്. അത് നന്നായി. ഇപ്പം ജനങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സൂക്കേട് തീർക്കാൻ. ഒരു സംശയം വേണ്ട, ഈ വഖഫ് നിയമം തിരുത്തിയേ മതിയാവൂ. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഉടൻ മാറ്റും. ഇപ്പോൾ എന്ത് പറ്റി? ഈ കോൺഗ്രസിനെ പറ്റി നിങ്ങളൊന്ന് പഠിക്കേണ്ട കാര്യമാണ്. വഖഫ് നിയമം മാറ്റാൻ ഈയനും ജനവിരുദ്ധ നയം മാറ്റാൻ നിയമം മാറ്റാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നതിന് വേണ്ടി ഈ ബില്ല് അവതരിപ്പിച്ച് സംയുക്ത പാർലമെൻറ്റ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ഇന്നലെ റിപ്പോർട്ട് കൊടുക്കേണ്ടതാ. സമ്മതിക്കില്ല. ആരാ? രാഹുൽ ഗാന്ധി സമ്മതിക്കില്ലാത്ത. അയാൾക്ക് വട്ടളകിയിരിക്കുക. ഒരു വട്ടറെ പോലെ അയാൾ പെരുമാറുന്നത്. എന്തിനു വേളം ഉണ്ടാക്കുന്നറിയോ? പാർലമെൻറ്റ് പാർട്ടിയിലുള്ള BJP വെച്ചുള്ള കമ്മിറ്റിക്കാരെല്ലാം ബോയ്ക്കോട്ട് ചെയ്ത് നിലവന്നു. അപ്പോൾ അങ്ങനെ സ്പീക്കർ അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങനെ നീട്ടിവെച്ചിരിക്കുക. അല്ലെങ്കിൽ ഈ ആഴ്ച അവതരിപ്പിക്കേണ്ട ബില്ലാണ്, അത് നീട്ടിവെച്ചിരിക്കുക. ഈ നീട്ടിവെക്കുന്ന കോൺഗ്രസിൻ്റെ കളിയുടെ ഭാഗമാണ്. കോൺഗ്രസിൻ്റെ ആഗ്രഹം എന്താ? ഇത് നടത്തരുത്. മുസ്ലിങ്ങളെ മുഴുവൻ കൈ കിട്ടുന്നുമില്ല. പിണറായി വിജയൻ ഇറങ്ങി മുസ്ലിങ്ങളെ കിട്ടുക എന്ന് പിണറായിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ രാഷ്ട്രീയങ്ങൾ അവരുടെ തീവ്രവാദ രാഷ്ട്രീയത്തിലേക്ക് അവർ പോയിരിക്കുന്നത്. അത് പിണറായിക്ക് മനസ്സിലായിട്ടുണ്ട്. അതാണ് പിണറായിക്കെതിരായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, പാലക്കാട് BJP തോറ്റെന്ന്. BJP തോറ്റില്ല, BJP ഘടനോട്ട് കിട്ടി. മുസ്ലിം കമ്മ്യൂണിറ്റി ഇതുപോലെ ഉറച്ചൊരു തീരുമാനം എടുത്ത് ഒറ്റക്കെട്ടായിട്ട് വോട്ട് ചെയ്തപ്പോൾ പോയി. അത് എല്ലാ നിയോജകമണ്ഡലത്തിലും ഉണ്ടാകാം. കേരളത്തിൽ ഇപ്പോൾ 23% ഔദ്യോഗികെങ്കിലും അതിൽ കൂടുതലുണ്ട് മുസ്ലിം. എൻ്റെ വീട്ടിൽ എന്നും വന്നുകൊണ്ടിരുന്ന ആളുകളെ ഇലക്ഷൻ കഴിഞ്ഞ് കാണുന്നില്ല. അവൻ പോലും വോട്ട് ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? ആ നിലയിൽ വർഗീയത കുത്തിവെക്കുകയല്ലേ. 3 വയസ്സുള്ള കൊച്ചുങ്ങളെ ഞാൻ ഈയിടെ ഒരു വീട്ടിൽ ചെന്നു. ഇവിടെ അടുത്ത വീടാ. ഇറങ്ങിയപ്പോൾ കൊച്ച് 3 വയസ്സുള്ള കൊച്ച് അങ്ങളെ യാ അള്ളാ കൈ തരുന്ന ഭാഗമാണ്. യാ അള്ളാ യാ കൂട്ടിയാണ്. 3ാമത്തെ വയസ്സിലെ കൊച്ചിനെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഖുറാനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ എനിക്ക് വിരോധമില്ല. ഖുറാന് അപ്പുറത്താണ് പഠിപ്പിക്കുന്നത്. അവിടെ കുഴപ്പം. അങ്ങനെ മുസ്ലിങ്ങളെ വർഗീയവാദികളാക്കി വളർത്തിക്കൊണ്ടിരിക്കുക. ഇത് ഈ രാജ്യത്തെ സ്ഥിരീകരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ജീവിക്കാൻ വേണ്ടി ഇവിടുത്തെ ഹിന്ദുക്കൾ ഈഴവനും നായരും എന്ന് പറഞ്ഞ് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈഴവനും നായരും പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും ഇവിടുത്തെ വിശ്വകർമ്മജനും ഉൾപ്പെടെ ഒരുമിച്ച് ചേരേണ്ടി വരും. അതോടൊപ്പം ജീവിക്കാൻ വേണ്ടി ക്രിസ്ത്യാനിക്ക് കൂടത്തിൽ കൂടേണ്ടി വരും. ആ കൂടത്തിൽ ഇന്ത്യയെ ഭാരതത്തെ സ്നേഹിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ടുള്ള യോജിച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കാതെ ഈ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയില്ല ആർക്കും. ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ നമ്മളെ കൊന്നുകൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മോദി അല്ലായിരുന്നു പ്രധാനമന്ത്രിക്ക് നമ്മുടെ ഗതി എന്നതായിരുന്നു ആലോചിച്ചു. ഇതിനു മുമ്പ് സംഘർഷം ഉണ്ടാക്കിയതിന് മുസ്ലിം തീവ്രവാദ വിവാദത്തിൻ്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ 20% അവർ പോപ്പുലേഷൻ ആയിക്കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാമെന്ന്. യുദ്ധം ചെയ്ത് കൊല്ലാം. എത്ര ആയിരം പേരെ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ടിപ്പു സുൽത്താൻ വന്ന് പള്ളി 1ാം തരം ക്ഷേത്രമെല്ലാം അടിച്ചു നിരത്തിച്ച് പള്ളിയാക്കി. ഇപ്പോൾ ആർക്കുള്ളപ്പം അവിടുത്തെ ഹിന്ദുക്കളെല്ലാം കൂടെ പള്ളി അടിച്ചു നിരത്തി പഴയ ക്ഷേത്രം പണിത് എങ്ങനെ കുറ്റപ്പെടുത്തും? ബാബർ മസ്ജിദല്ലേ. ബാബർ എന്ന് പറഞ്ഞാൽ ഭൂലോക കൊള്ളക്കാരൻ 1ാം തരം ക്ഷേത്രം തകർത്തിട്ട് അവിടെ പള്ളി പണിത് വെച്ചു. ഈ ഗവൺമെൻറ് വന്നപ്പം ജനവികാരം മാനിച്ചുകൊണ്ട് ആ ജനങ്ങളെല്ലാം കൂടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ജനങ്ങളെല്ലാം കൂടെ ബാബർ മസ്ജിദ് തകർത്തത്. അവിടെ തർക്കശമായിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു. നമ്മുടെ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞ് അവിടെ ഉഭയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് 35 ഏക്കർ സ്ഥലം കൊടുക്കാം എന്ന എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ ബാബർ മസ്ജിദ് അടുത്ത് അവിടെ രാമക്ഷേത്രം പണിത്. ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. ആ 35 ഏക്കർ കൊടുക്കാൻ ചെയ്ത് മേടിക്കാൻ ഇപ്പോൾ ഒരുത്തും ചെന്നിട്ടില്ല. പള്ളി പണിയാൻ ചുമ്മാ സ്ഥലം പിടിച്ച് ഇട്ടാൽ മതി. അല്ലെ പള്ളി പണിയൊന്നും ഇല്ല. അല്ല എങ്ങനെ അയച്ച പള്ളി പണിയാത്ത? ഇപ്പം സീതാദേവി ജനിച്ച സ്ഥലം ഇവന്മാരുടെന്നാണ് പറയുന്നത്. എന്തായാലും മറുപടി പറയുന്നത്, സീതാദേവിയുള്ള കാലത്ത് വഖഫ് ഇല്ലല്ലോ, മുസ്ലിം ഇല്ലല്ലോ ലോകത്ത്. അപ്പം ഈ സീതാദേവിയുടെ സ്ഥലം വഖഫാകുന്നത്. ഈയനും വൃത്തികെട്ട പ്രചനമായിട്ട് ഇറങ്ങുന്നതിനെയൊക്കെ കൈകാര്യം ചെയ്യില്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്ന് എൻ്റെ അഭിപ്രായം. നിയമപരമായി ഇതിനെയൊക്കെ ശിക്ഷിക്കാനുള്ള നിയമങ്ങളുണ്ടാവും, എങ്കിലും നന്നാവും നാട്. ഇതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അവസാനമായി ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ അങ്ങ് പാർട്ടിയിലെ ഒരു തീപ്പൊരി നേതാവ് തന്നെയാണ്.
അല്ല, ഞാൻ ഒരു പാവം മനുഷ്യൻ. അല്ല ഇപ്പോൾ അങ്ങയുടെ ഒരു പ്രസംഗവും അങ്ങയുടെ ഒരു പ്രസ്താവനകളും ഒക്കെ മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഞാനൊക്കെ വിലയിരുത്തുന്നത് ഒരു തീപ്പൊരി തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പൂഞ്ഞാർ പുലി എന്നൊക്കെ ഇടയ്ക്ക് വിളിക്കുന്നത്. അതുപോലെ തീപ്പൊരി പ്രാസംഗികരും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും സജീവമായിട്ടിരുന്ന ഈ സന്ദീപ് വാര്യർ പോയതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം? സന്ദീപ് വാര്യർ ഞാൻ ഒരു വ്യക്തിയെ മോശക്കാരനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. സന്ദീപ് വാര്യരുടെ പേരിൽ ഈ ഇപ്പോഴത്തെ കുറ്റം മാത്രമല്ല, വേറെ പല പരാതി ഞാൻ ചോദിച്ചു, എന്തിനാ അയാളെ കളഞ്ഞത്? വേണേ അയാളെ പിടിച്ച് നിർത്താമായിരുന്നു. അപ്പം BJP ഒരാളല്ല, ഒരു നേതാവല്ല, പല നേതാക്കന്മാരും എന്നോട് പറഞ്ഞത് വേറെ പല കേസുകളായി, വഹിക്കാൻ പറ്റാത്ത നിലയായി, അതുകൊണ്ട് അയാൾ പൊക്കോട്ടെന്ന് വെച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. ഞാൻ BJP പഴയ ആളല്ല. ഇപ്പോൾ ഇരിക്കുന്ന നേതാക്കന്മാർ വിവിധ ഗ്രൂപ്പുകളുണ്ടെന്ന് ഇവർ പറയുന്ന ആ ആളുകളോട് തന്നെ ഞാൻ സംസാരിച്ചു. അപ്പോഴുള്ള അഭിപ്രായം ഇതാ. പിന്നെ ഇപ്പം നമ്മൾ വല്ലതും പറയേണ്ട കാര്യം. ഇദ്ദേഹം ഈ കോൺഗ്രസിലേക്ക് പോയി ആദ്യം തന്നെ ഇദ്ദേഹം പോയത് മുസ്ലിം ലീഗിന്റെ തങ്ങളെ കാണാനും. അതെ, ഞാൻ ചോദിച്ചു, ഇയാള് ആദ്യം CPM ആയിട്ട് ചർച്ച നടത്തിച്ച് അവസാനം ടിന്ന് ചാടി കയറി ലീഗായിട്ട് കൂടി. പാണക്കാട് തങ്ങളെ കാണാൻ എന്തിനാ പോയി? പങ്ങളെ കണ്ടിട്ട് തിരിച്ച് വന്ന വഴി ആ മലപ്പുറത്തെങ്ങാനും കയറിയോ? പൊന്നാനി കയറിയോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ആർക്കറിയാം. ഞാനൊരു തമാശ പറഞ്ഞതാകട്ടോ. അയാൾ അങ്ങനെ ഒരു നിഷ്പക്ഷമതിയായ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അയാൾ തങ്ങളെ കണ്ടപ്പോൾ അന്നേരം തന്നെ വന്ന് SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനെ കാണണമായിരുന്നു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഈഴവരല്ലേ ഉള്ളത്. ഏറ്റവും മാന്യായ സമുദായ നേതാവെന്ന് ആർക്കും പറയാൻ കഴിയുന്ന, എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ മണിച്ചേട്ടൻ, NSS ജനറൽ സെക്രട്ടറി. അങ്ങനെ കാണണ്ടേ. ഇവിടെ കർദിനാൾമാർ 2 പേരുണ്ട് പ്രമുഖരായിട്ടുള്ളത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ. ഈ ന്യൂനപക്ഷമെങ്കിലും ഇല്ലേ അവരെ ആരെങ്കിലും കാണണ്ടേ? അതിന് അവരെയൊന്നും കാണാതെ ഈ തങ്ങൾക്ക് മാത്രമല്ല ഇത്ര പവിത്രത. തങ്ങളാരെ ഈ വർഗീയ ഫാസിസ്റ്റ് കൂട്ടുകെട്ടിന് എല്ലാ സഹായം ചെയ്തു നോക്കുന്ന ആളല്ലേ? അയാളെ പോയി കാണുക എന്ന് പറഞ്ഞ ന്യായം എന്താ? നേരെ വെച്ച് ഞാനീ പറഞ്ഞ എല്ലാ നേതാക്കന്മാരും കണ്ടു കൊടുത്ത് അയാളെ കണ്ട ഓക്കെ, നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവരുടെ പോക്ക് ഗുണകരമല്ല. അയാളൊരു മഠയത്തിലാണ് കാണിച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം. വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു കാര്യം പറഞ്ഞു. ഈ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് BJP ഒരു ചീള് പാർട്ടി എന്നാണ് അദ്ദേഹം. വെള്ളാപ്പള്ളി നടേശൻ വയസ്സ് 87 ഇത്രയും പ്രായമുള്ളൊരു കാരണവർ അങ്ങനെ ഒരു വിമർശനം നടത്തിയത് അതിൻ്റെ നല്ല അർത്ഥത്തിലും എടുത്ത് തന്നെ കുഴപ്പം. അതായത് അതിനകത്തെ കുഴപ്പങ്ങളൊക്കെ തീർക്കണമെന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തീർക്കണം, അത്ര തന്നെ. അത് കാരണവരൊരു ഉപദേശം തന്നു. അതാ ഞാൻ അങ്ങനെ കാണുന്നതിന് എനിക്കത് പറ്റും. എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു.